കഷണങ്ങൾ പുരണ്ട കത്തികൾ, കഴുത്തറത്ത കാളയുടെ കടുകഷണങ്ങൾ കത്തിയെരിയുന്ന യാഗവേദികൾ, കഴുത്തറക്കാനുള്ള കാളയുടെ മുഖറകൾ കൊണ്ട് മുഖരിതം, ആമൻ കഴുത്തറത്ത കാളയുടെ ആ കഷണങ്ങളൊക്കെ വെന്തെരിയുന്ന യാഗവേദി. ആ കാണുമ്പോൾ തന്നെ എന്തൊരു മാംസം വെന്തെരിയുന്നു. അർപ്പകര് അവിടെ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു. ഒന്ന് കണ്ടേ, ആ സദസ്സൊന്ന് കണ്ടേ. സ്തോത്രം, ഹല്ലേലൂയ. ചെലവ് മുടക്കി അവിടെ ആരാധന നടക്കുന്നേ. എന്നാൽ കുറുമ്പ്രാവിനെ ആസ്തിയില്ലാത്തവനും അത്ര പ്രാപ്തിയില്ലാത്തവനും കൊണ്ടുവന്ന് യാഗമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവം ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അർപ്പകന്റെ മനസ്സും അവന്റെ ആസ്തിയും അവൻ അർപ്പിക്കുന്ന വിധവും അവന്റെ ഹൃദയവും അർപ്പണവും തമ്മിൽ എന്ത് ചെയ്യും? ഒന്ന് നോക്കും. അർപ്പിക്കുന്നതിന് മുന്നമേ എന്തെങ്കിലും പറഞ്ഞു തീർക്കേണ്ടതുണ്ടെങ്കിൽ യാഗവസ്തുവിനെ അവിടെ വെച്ചേച്ച് പോയി നിരന്നേച്ച് വന്നിട്ട് അർപ്പിക്കണം. അതാ പ്രമാണം, ഉപദേശം. അതാ മാത്രമല്ല, ആ അർപ്പിക്കുമ്പോ അർപ്പകന്റെ മനസ്സ് മഹാദൈവം നോക്കും. സ്തോത്രം. എന്നാൽ കുറുമ്പ്രാവിനെ യാഗമർപ്പിച്ചവന്, ആടിനെ യാഗമർപ്പിച്ചവന്, കാളയെ യാഗമർപ്പിച്ചവന് പ്രതിഫലം ഒരുപോലെ. കാളയെ യാഗമർപ്പിച്ചവന് പ്രതിഫലം, അവന് കണ്ടെയ്നർ നിറച്ച അനുഗ്രഹം. ആടിനെ യാഗം അർപ്പിച്ചവന് കർലാസ് പെട്ടി നിറച്ച്, കുറുമ്പ്രാവിനെ യാഗം അർപ്പിച്ചവന് സഞ്ചിക്കകത്ത്. അങ്ങനല്ല, അവൻ അവന്റെ പ്രാപ്തിയിൽ നിന്നാണ് അർപ്പിക്കുന്നത്. അന്നേരം ഒരു പിശുക്കൻ ഒരു കുറുമ്പ്രാവിനെ പിടിച്ചോണ്ട് ഇങ്ങനെ വരികയാണെങ്കിൽ, നല്ല മുട്ടൻ കാള നിപ്പുണ്ട്, നല്ല ആടുണ്ട്, നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ, ഒരു പ്രാവിനെ കൊണ്ട് മാത്രം വരികയാണെങ്കിൽ അവന് സ്തോത്രം അതും ദൈവം നോക്കും. എന്ന കുറുമ്പ്രാവിനെ യാഗമർപ്പിച്ചവൻ എക്കാലത്തും കുറുമ്പ്രാവിനെ യാഗമർപ്പിച്ചുകൊണ്ടിരിക്കുകയല്ല. അവൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഒരാടിനെ കൊണ്ടുവരത്തക്ക രീതിയിൽ ദൈവം അവനെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാനീ പറഞ്ഞതിൻ്റെ സാരാംശം, വിശ്വസ്തയോടുകൂടെ താമ്രയാഗപീഠത്തിൽ യാഗമർപ്പിച്ചവൻ ആരും അർപ്പിച്ചർപ്പിച്ച് ഇല്ലാതെ പോയിട്ടില്ല, കീപ്പോട്ട് പോയിട്ടില്ല, ഗതികേടിലേക്ക് പോയിട്ടില്ല, അതീന്ന് മേലോട്ട് കയറിയിട്ടേ ഉള്ളൂ. കർത്താവിന്റെ നാമത്തിന് വേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും ആസ്തി കൊണ്ടും സാഹചര്യം കൊണ്ടും സമയമെടുത്തും അവൻ കർത്താവിന് വേണ്ടി നിന്നവരാരും, ഒന്നും കൂടെ തെളിച്ചു പറയാം, നിസ്വാർത്ഥമായി ദൈവത്തെ സേവിച്ചവരും ദൈവത്തെ ആരാധിച്ചവരാരും തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിച്ചിട്ടില്ലെന്ന് ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ദൂത് വിളിച്ചു പറയുമ്പോൾ, ആമേൻ 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 ആമേൻ, ഈ ദൂത് ഏറ്റെടുത്ത ദൈവത്തിന് മഹത്വം കരട്ടോ. ഒരു കുറുമ്പ്രാവിനെ നിനക്ക് യാഗമർപ്പിക്കാൻ ഉള്ളോ അമ്മേ? ആമേൻ. നീ അവൻ ആടിനെ യാഗമർപ്പിക്കുന്നവരുടെ അതേ പീഠത്തിൽ, അവൻ കാളെ യാഗമർപ്പിക്കുന്നവരുടെ അതേ പീഠത്തിൽ അവർക്കൊപ്പം അർപ്പിക്കാൻ എനിക്കില്ലെന്ന് പറഞ്ഞ് നീ പ്രാവിനെ അർപ്പിക്കാതെ പിന്മാങ്ങണ്ട. നിന്റെ കയ്യിലുള്ള പ്രാവ്, അവൻ നിന്റെ കയ്യിലുള്ള പ്രാവ്, അതിനെ നീ അർപ്പിക്ക. അവൻ വിശ്വസ്തയോടെ അർപ്പിക്ക. അവൻ എൻ്റെ ദൈവം നിന്റെ സ്ഥിതിക്ക് മാറ്റം കൽപ്പിക്കും. എൻ്റെ ദൈവം സ്ഥിതിക്ക് മാറ്റം കൽപ്പിക്കും. 2025 ഒരു പ്രവചന ദൂത് ഇവിടെ ഇരിക്കുന്ന ജനത്തോട്, സഭയോട് പരിശുദ്ധാത്മാവ് കൈമാറുകയാണ്. അവൻ നിന്റെ സ്ഥിതിക്ക് ഞാൻ മാറ്റം കൽപ്പിക്കും. ചെയ്യുന്നത് പൂർണ്ണതയോടെ ചെയ്താൽ മതി.
സ്തോത്രം. ചെയ്യുന്നത് തികവോടെ, ചെയ്യുന്നത് നിസ്വാർത്ഥതയോടെ, ചെയ്യുന്നത് ലാഭേച്ഛകൾ നോക്കാതെ, ചെയ്യുന്നത് സ്തോത്രം ധാരാളമായി വിതയ്ക്കുന്നവൻ എന്ത് ചെയ്യുന്നറിയാവോ? ബൈബിളൊരു വചനമോ, ധാരാളമായിട്ട് കൊയ്യും. ധാരാളം കൊയ്യാൻ ആമേൻ താല്പര്യമുണ്ടോ? മനസ്സുണ്ടോ? ആമേൻ കാംക്ഷയുണ്ടോ? ധാരാളം കൊയ്യാൻ ആമേൻ ഒരു കൈപ്പിടിയിലുള്ള വിത്ത് പോരാ. ഹല്ലേലൂയ. ധാരാളം കൊയ്യാനുള്ളവൻ്റെ കയ്യിൽ ഒരു കുണ്ടുമുറം കാണും. ഇവിടെ എന്തോ മുറവോ എനിക്കറിയത്തില്ല. വിതയ്ക്കുന്നവൻ്റെ കയ്യിലുള്ളൊരു മുറം, വയലിലൊക്കെ പോകുമ്പോൾ ഉള്ളൊരു മുറവുണ്ട്. ആ മുറം കാണും. മുറം മാത്രമല്ല, കരയിലൊരു ചാക്ക് കാണും. മുറത്തിൽ കഴിയുമ്പോൾ വീണ്ടും ചാക്കിൽ ഇതിലോട്ട് തട്ടും. അവൻ നെൽമണി ഒന്ന് രാവിലെ എഴുന്നേറ്റിരുന്നിട്ട് ഞാൻ വിതയ്ക്കാൻ പോവുകയാണ്, 1000 മണി വിതയ്ക്കുകയാണ്. അതുകൊണ്ട് 1000 രാവിലെ ഇരുന്ന് എണ്ണിക്കൊണ്ടിരുന്നാൽ സ്തോത്രം. ആമേൻ. വയൽ വിതയ്ക്കാൻ സജ്ജമാകുമ്പോൾ ആ നെൽമണി എണ്ണിയേച്ചല്ല എന്ത് ചെയ്യുന്നത്. ഹല്ലേലൂയ. ആമേൻ. കൊയ്യുന്നവൻ അരിവാളിറക്കി കൊയ്ത് കരയിൽ കയറ്റിയ ശേഷം ഫലം ശേഖരിച്ചിട്ടും ഒരു അളവുണ്ടെങ്കിലും അത് ഓരോന്നായി എണ്ണുന്നില്ല. ഞാൻ ഒന്നും കൂടെ തെളിച്ച് പറയാം. നിസ്വാർത്ഥമായി കർത്താവിനെ സേവിച്ച ആരും പരാജയപ്പെട്ടിട്ടില്ല. നിസ്വാർത്ഥമായി കർത്താവിന് വേണ്ടി ചെലവിട്ട, നിസ്വാർത്ഥമായി കർത്താവിൻ്റെ വേലയെ സ്നേഹിച്ച, നിസ്വാർത്ഥമായി കർത്താവിന് വേണ്ടി ദൈവത്തെ ആരാധിച്ച ആരും പരാജയപ്പെട്ടു പോയിട്ടില്ല. ഇല്ല, ഇല്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പം നമ്മൾ ദൈവസന്നിധി ചെയ്യുന്നത് കുറച്ചേ ഉള്ളെങ്കിലും അത് പൂർണ്ണതയോടെ ചെയ്യാം. സ്തോത്രം, സ്തോത്രം. പൂർണ്ണതയോടെ ചെയ്യുക, പൂർണ്ണതയോടെ ചെയ്യുക, പൂർണ്ണ മനസ്സോടെ. ഹല്ലേലൂയ. സ്തോത്രം. കുറച്ച് സമയം നമ്മൾ ഇരിക്കുന്നുള്ളല്ലോ, അത് പൂർണ്ണതയോടെ ചെയ്യണം. പുതിയ നിയമത്തിലെ യേശു കൽപ്പിച്ച ശാസ്ത്രിമാർ വലിയ കൽപ്പന ഏതാണെന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമായി യേശു ഒന്നാമത് പുതിയ നിയമത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കൽപ്പനയുടെ വാക്യം വായിച്ചിട്ട് എൻ്റെ പ്രബോധനം നിർത്താൻ പോവുകയാണ്. ഈ 1-ാം വാക്യത്തോട് ചേർത്തി എടുക്കാം. ആമേൻ. മർക്കോസ് സുവിശേഷം 12:30 അതങ്ങ് വായിച്ചു. ആ ആ ആ ആ 12:30 അതാണ്. നിന്റെ ദൈവമായ കർത്താവിനെ അവര് പൂർണ്ണ ഹൃദയത്തോടെ എന്നല്ല, നീ. അതുകൊണ്ട് അവിടെ വ്യക്തിപരമാണ്. നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും സ്നേഹിക്കണമെന്ന്. ഇങ്ങനെ സ്നേഹിക്കണം. സ്തോത്രം, സ്തോത്രം. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ. അവിടെ പൂർണ്ണതയുടെ ഒരു ലിസ്റ്റുണ്ട്. ഇങ്ങനെ പുതിയ നിയമത്തിൽ കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ഭക്തർ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹീതരായ ദൈവമക്കൾ ഈ കർത്താവിനെ സ്നേഹിച്ചും പൂർണ്ണ മനസ്സോടെ ആരാധിച്ചും സേവിച്ചും അവൻ പൂർണ്ണതയോടെ നിന്നും അങ്ങനെ അങ്ങ് അനുഗ്രഹിക്കപ്പെടണം. ഞാൻ മാത്രം, എന്നെ അവരെക്കാൾ കൂടുതൽ അനുഗ്രഹിക്കണം കർത്താവേ, അതൊക്കെ നിർത്തിയേര് ആ പ്രാർത്ഥനയൊക്കെ. ഞാൻ സകല കോമ്പറ്റീഷനും എതിരാണ്. മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കുന്നു. മത്സരം
ആ വിചാരം. നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. ഞാൻ ആഗ്രഹിക്കുന്ന പുറമറ്റം സഭയിലെ എല്ലാവരും വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ച് ആരാധിച്ച് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം. മറ്റൊരു വളഞ്ഞ വഴിയിലൂടെയല്ല, ദൈവത്താൽ മാനിക്കപ്പെടണം. ദൈവത്താൽ സ്ഥിതികൾ മാറണം. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെ നമുക്ക് ദൈവത്തെ സേവിക്കാം. കൂട്ടു സഹോദരിയെ കാണുമ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചു, നിന്നെയും അനുഗ്രഹിച്ചു. ദൈവം വേണ്ടുന്ന അനുഗ്രഹം അതത് സമയത്ത് നൽകി. സ്തോത്രം. ഇന്ന് വേണ്ടുന്ന ദൈവം എനിക്ക് നൽകി. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. ഇന്ന് യോഗം കഴിഞ്ഞ് സമാധാനത്തോടു കൂടെ ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ ചെന്ന് പറ്റുന്നെങ്കിൽ അതും ഒരു അനുഗ്രഹമാണ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് വലിയ രോഗങ്ങളൊന്നും ശരീരത്തിലില്ല, ആരോഗ്യത്തോടെ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നെങ്കിൽ അതൊരു അനുഗ്രഹമാണ്. ആമേൻ. ദൈവം തന്ന അനുഗ്രഹത്തെ ഒന്ന് ഓർക്ക. അനുഗ്രഹത്തിന്റെ മോളിൽ ചവിട്ടി നിന്നിട്ട് ആമേൻ അനുഗ്രഹിച്ചില്ലല്ലോ എന്നുള്ള പറച്ചിൽ നിർത്തി അവൻ അനുഗ്രഹം അതേക്കുറിച്ച് അവബോധം പ്രാപിപ്പാൻ ആഹ്വാനം നൽകുന്നു ദൈവാത്മാവ്. ഈ വചനങ്ങളാല് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 2025 പുറമറ്റ സഭയിലെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.